ശബരിമലയിൽ കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ദേവസ്വം ബോർഡും കോടതിയെ സമീപിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കാനാകില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. വിവരങ്ങളുമായി KP അഭിലാഷും സനോജ് സുരേന്ദ്രനും ചേരുന്നു. KP അഭിലാഷ്, ആദ്യം അഭിലാഷ്, കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ സർക്കാർ എത്തുന്നത്. എന്തൊക്കെയാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിവരങ്ങൾ? രേണുക, നിലവിൽ 2000 ഭക്തരെയാണ് പ്രതിദിനം ശബരിമലയിൽ പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലൊരു നിയന്ത്രണം സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും കൂടിയാലോചിച്ചുകൊണ്ട് സ്വീകരിച്ചത്. എന്നാൽ ഇതിനെതിരെ ചില സംഘടനകൾ, ഭക്തരുടെ സംഘടനകൾ ഉൾപ്പെടെ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി 5000 ഭക്തരെ പ്രവേശിപ്പിക്കാം എന്ന തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നിലവിൽ സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് 2000-ലധികം ആളുകളെ നിലവിലെ സാഹചര്യത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നേരത്തെ ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കോടതിയെ സമീപിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടുമുള്ള സമീപനം തന്നെ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡും സ്വീകരിക്കുന്നു. നിലവിലെ സ്ഥിതി, അതായത് 2000-ഓളം ആളുകളെ പ്രവേശിക്കുന്ന അവസ്ഥ തുടരണം. ഈ 5000-ഓളം ആളുകളെ പ്രവേശിപ്പിക്കുവാനുള്ള കോടതി ഉത്തരവിന് പിന്നാലെ വലിയ തോതിൽ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ നടക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയധികം കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി കോവിഡ് ഡ്യൂട്ടിയിലും മറ്റും ഏർപ്പെടുന്ന ആളുകൾക്ക് പോലും ശബരിമല ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും അടക്കം കോവിഡ് സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലവുമുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് നിയന്ത്രണം എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകളെ അനുവദിക്കുന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചിട്ടുള്ളത്. രേണുക, ശരി, സനോജ് സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. സനോജ്, എന്തായാലും 5000 ഭക്തരെ പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യമല്ല ഇപ്പോൾ കോവിഡിന്റെ സാഹചര്യത്തിൽ എന്നത് സർക്കാർ സുപ്രീം കോടതിയെ കൂടി ബോധിപ്പിക്കാൻ പോവുകയാണ്. അനുകൂലമായ ഒരു നിലപാട് അവിടെ നിന്ന് തേടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കൂടുതൽ ഭക്തരെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ പ്രവേശനം നൽകാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണോ അവിടെയുള്ളത്? വലിയ സർക്കാരിനെ സംബന്ധിച്ച് പോലും വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണി മുതലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചത്. ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 5000 പേരുടെ ബുക്കിംഗ് പൂർത്തിയാവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയായിരുന്നു ആദ്യമായി 5000 പേർ ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുമതി ലഭിച്ചത്. അതിൻ്റെതായ തിരക്കുകൾ ഇന്നലെ വൈകുന്നേരം സന്നിധാനത്തുണ്ടായിരുന്നു. ഇന്ന് 2ാം ദിവസമാണ്. മണ്ഡലകാലത്തേക്ക് മാത്രമാണ് ഈ 5000 പേർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അതായത് ഈ മാസം 26-ാം തീയതി മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി 9 മണിയോടുകൂടി ഹരിവരാസനം പാടി നട അടയ്ക്കുകയാണ്. ആ കാലയളവിലേക്കാണ് ഇപ്പോൾ നിലവിൽ 5000 പേർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെതായ ചില തിരക്കുകൾ സന്നിധാനത്തുണ്ട്. എങ്കിലും പുലർച്ചെ ഇന്ന് രാവിലെ കാര്യമായ തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരക്കിന് അല്പം കുറവ് വന്നിട്ടുണ്ട്. കാരണം 5000 പേർക്ക് ദർശനം അനുവദിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 2000 പേർക്ക് മാത്രമായിരുന്നു ദർശനം. അതാണ് 5000 ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്തേക്ക് മകരവിളക്ക് തീർത്ഥാടന വേളയിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. ഇതിന് മുന്നോടിയായി തന്നെയാണ് സർക്കാർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കോടതിയിൽ നിന്നും അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ഒരു അനുകൂല സമീപനമായിരുന്നു. 5000 പേരെ പ്രവേശിപ്പിക്കണമെന്ന ഒരു നിലപാടായിരുന്നു ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നത്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ദേവസ്വം ബോർഡ് കടന്നു പോകുന്നത്. ശബരിമലയുടെ ദൈനംദിന പ്രവർത്തനത്തിനായി ഏകദേശം 1 കോടിയോളം രൂപ ഒരു ദിവസം ആവശ്യമായി വരുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതും വരുമാനം നിലച്ചതും മൂലം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കണമെന്ന നിലപാടായിരുന്നു ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. എങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടിനോട് ദേവസ്വം ബോർഡും പൂർണ്ണമായി യോജിപ്പിലെത്തിയിരിക്കുന്നു. കാരണം കോവിഡ് സാഹചര്യം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അത് കോവിഡ് വ്യാപനത്തിന് ഇടയാക്കുമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം. ഇതാണ് ഇപ്പോൾ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 5000 പേർക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെതായ ചെറിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഈ മാസം 26-ാം തീയതി വരെ മാത്രമാണ് 5000 പേർക്ക് ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. രേണുക, കോടതി ഉത്തരവ് അനുസരിച്ചാണ് അത്തരം നടപടികൾ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ പോലും കോവിഡിന്റെ സാഹചര്യത്തിൽ അത് സാധ്യമാകില്ല എന്ന കാര്യങ്ങളാണ് സർക്കാർ
സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. KP അഭിലാഷും സനോജ് സുരേന്ദ്രനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഒരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുന്നത്.